ഹായ്, മുടി വെട്ടാൻ വന്നാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആൾ, അവിടെ ഞാൻ മുമ്പൊരു സ്ഥലത്ത് കയറിയിരുന്നേ. അവിടെ നിന്നപ്പോൾ അവിടെ ആൾ മീൻ മേടിക്കാൻ വേണ്ടി കയറിയിരുന്നു. മീൻ മേടിക്കാൻ വേണ്ടി കയറിയപ്പം മീൻ മേടിക്കാൻ വേണ്ടി കയറുന്നല്ല, മീൻ മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു. മീൻ മേടിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ അതുവഴി ഇങ്ങോട്ട് വരുമോ ചെയ്തേ, ഈ മുടി വെട്ടുന്ന കടയിൽ കയറുകയോ ചെയ്തേ. പക്ഷെ നോക്കുമ്പം അവിടെ വന്നപ്പോൾ അവിടെ ആളായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇവിടെ ആളാണ്. ഇതാണത്. നേരത്തെ ഇരുന്നത് അവിടെ പോയിട്ട് എനിക്ക് മുടി വെട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾക്ക് 1,00,000 വ്യൂസ് വരെ എത്തിയിട്ടുണ്ട് യൂട്യൂബിൽ. ആദ്യം 1,00,000 വ്യൂസ് എന്നൊരു വീഡിയോ അതാണ്. അപ്പം മുടിയൊക്കെ വെട്ടി വീട്ടിലെത്തി. ഇതാണ് പുതിയ ഹെയർ സ്റ്റൈൽ, ഹൈ ഫെയ്ഡ്. ഇനിയിപ്പോൾ ഇതേ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, തിയോഫിനസിൻ്റെ പള്ളി. നമ്മൾ ഈ എടുത്തിട്ടുണ്ട്, അവിടെ പോകാൻ നിൽക്കുന്നു. നമ്മളങ്ങനെ പള്ളിയിലോട്ട് പോവാണ്. സാധാരണഗതിയിൽ അമ്മ രാവിലെ കുത്തിപ്പൊക്കി 5:30 കുർബാനയ്ക്ക് കൊണ്ടുവന്ന. ഇന്നിപ്പോൾ എന്തായാലും അതല്ല അലർജി അല്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. അച്ഛൻ പറഞ്ഞു രാവിലെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ അമ്മ കേൾക്കുമ്പോൾ അച്ഛൻ പറഞ്ഞല്ലേ അമ്മ കേൾക്കുള്ളൂ. ഇതാ പറയുന്നത് വൈകുന്നേരം പോകണ സുഖമാണ്. വൈകുന്നേരം പോകാൻ സുഖമൊന്നുമില്ല. പിന്നെ രാവിലെ പള്ളിയിൽ പോയിട്ട് വരുവാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് എനിക്ക് രാവിലെ വൈകുന്നേരം പള്ളിയിൽ പോകുന്ന ഇഷ്ടം. നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഓഹോ, അല്ലെങ്കിൽ രാവിലെ 8 ഒന്നെങ്കിൽ 8 കുർബാനയ്ക്ക് ഇവിടെ പോകണം, അതല്ലെങ്കിൽ വൈകുന്നേരം പോകണം. അതാണ് നല്ലത്. അതെന്നെ പറഞ്ഞ രാവിലെ 8 കുർബാനയ്ക്ക് പോകാതെ. 8 മണിക്കല്ല, പിന്നെ എന്തൊരു വാശിയാ. പോലീസുകാരുണ്ടല്ലോ, പണി മാറുമ്പോഴത്തേക്ക് കിട്ടും. ആണോ, ആരും കൂടിയില്ലേ? ചിലപ്പോൾ മറ്റേ ബാറ്ററിയുടെ സ്കൂട്ടറായിരിക്കും. ബാറ്ററിയുടെ ലൈസൻസ് ഉണ്ടെന്നൊരു സ്കൂട്ടറില്ലേ, ചിലപ്പോൾ അതായിരിക്കും. അറിയത്തില്ല, പോലീസുകാരൊക്കെ കണ്ടാൽ ലൈസൻസ് പോകുന്ന വഴി അറിയത്തില്ല. ലൈസൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വണ്ടി ഓടിക്കുന്നതിന് ഒരു പ്രായമല്ലേ. അതുകൊണ്ട് അതന്നെയാ പറഞ്ഞ, പോലീസ് അറിഞ്ഞാൽ കേസ് വരുന്നു. 18 വയസ്സല്ലേ? 18 വയസ്സുണ്ടെങ്കിലല്ലേ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലേ പിന്നെ ആ വഴിക്ക് നിൽക്കരുത്. ഉറക്കം വരുന്നുണ്ടല്ലേ? ഇന്നലത്തെ ഗുളികയുടെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേ? പിന്നെ നേരത്തെ ഉറങ്ങിക്കോളും, കുഴപ്പമില്ല. രാവിലെ തൊട്ട് ഈ പള്ളി എവിടെയാ? നമ്മളിവിടെ തന്നെയല്ലേ? ഇങ്ങനെ അല്ലാതെ വേറൊരു വഴിയില്ലേ, ഒരു ഒക്ടോബർ റോഡ് വഴി? ആണോ? പക്ഷെ ഇത് സ്ട്രൈറ്റ് റോഡായാലും മെയിൻ റോഡിൽ കയറണ്ടേ? ഇത് മറ്റേ മെയിൻ റോഡിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ പോരെ? മറ്റേതാണെങ്കിൽ അല്ലേ? മറ്റേതാണെങ്കിൽ വെറുതെ ഒന്ന് ക്രോസ് ചെയ്താൽ പോരേന്ന്. മറ്റേതാണെങ്കിൽ മറ്റേ സുപ്രീമിന്റെ അവിടെ ചെന്ന് സ്കൂട്ടർ മാത്രം പോകുന്ന വഴിയുണ്ട്, അത് ഏറ്റവും എളുപ്പം. അതാണെങ്കിൽ മെയിൻ റോഡ് കയറണ്ടേ? മെയിൻ റോഡല്ല, പാലത്തിന്റെ അവിടെ ചെന്ന് നമ്മളിങ്ങനെ വരുന്ന സമയം കൊണ്ട് നമുക്ക് അങ്ങെത്താം. ഓ ഓക്കെ, അത് പിന്നെ സ്കൂട്ടർ മാത്രമേ പോകുള്ളൂ അല്ലേ? സൈക്കിൾ എടുത്ത് കഴിയുമ്പോൾ അതുകൊണ്ട് അതുവഴി ഞാൻ പോകും ഒറ്റയ്ക്ക്. അമ്മയെ കൂട്ടില്ല.
വൈകുന്നേരം ആയതുകൊണ്ടാണ് തിരക്ക്. സുപ്രീമിൻ്റെ വണ്ടിയാണോ കാണുന്നത്? ആ അങ്കിൾ ജോൺ അല്ലേ? നമ്മുടെ വീട്ടിൽ അങ്കിൾ ജോണിലേക്ക് നടക്കാണ്ട് ദൂരമേ ഉള്ളൂ അല്ലേ? അത് ശരി, ഈ വഴി മൊത്തം ചെടിയാ. വണ്ടി പിന്നെ എടുക്കാം. അമ്മച്ചി വരുന്നില്ലെന്ന് പറഞ്ഞിട്ടാ? സേമ്പ അവിടെ ഉണ്ട്. അവിടെ എൻ്റെ അടുത്ത് ഉറങ്ങായിരുന്നു, പിന്നെ ഞാൻ കണ്ടില്ല കേട്ടോ. എവിടെ? മുമ്പിലോ? ചേട്ടാ ഒന്ന് കാർ മാറ്റി തരുമോ? ഓക്കെ, താങ്ക് യു. അയ്യോ, അത് ഇഗ്നിസ് അല്ലേ അമ്മ? ബൊലേനോ എക്സ്പ്രസ് ആണോ? അതിൻ്റെ ഫ്രണ്ട് പുതിയ ഇഗ്നിസ് പോലെ ഉണ്ടല്ലോ. എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ അല്ലേ? എന്താ പറഞ്ഞേ? സ്ഥലമുള്ളവർക്ക് ഉണ്ട്, ഇല്ലാത്തവർക്കില്ല. അതെ. ഇവിടെ കൂടെ എങ്ങനെയല്ലേ വണ്ടി കയറ്റിക്കൊണ്ട് പോന്നെ? അല്ല, ഇവിടെ നമ്മുടെ വണ്ടി തട്ടിയത്. ഇന്നലത്തെ ഹിറ്റ് സ്പോട്ടാണല്ലേ ഈ റോട്ടിൽ നടന്നിട്ടുണ്ടേ. എന്താ എന്ത് കാണുമായിരിക്കും? കുർബാന ഇല്ലാതെ വരുമൊന്നുമില്ല. അങ്ങനെ ആരാ മടിയില്ലല്ലോ. ആറ് മണിക്ക് കുർബാന ഉണ്ടോ? ഇല്ലേ, നോക്കി. 6:30ക്കാണോ? എന്താ? ആ 7-നാ? അങ്ങോട്ട് പോ. താമസിക്കോ? സാരമില്ല. ആർക്കറിയാം. നമ്മുടെ ഉള്ളിൽ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ കുർബാന തുടങ്ങി. 6 മണിക്ക് തുടങ്ങി. നീ എൻ്റെ കൂടെ വന്നാൽ മതിയായിരുന്നു. അതിനിപ്പോൾ എനിക്കറിയാം ഇവിടെ 7 മണിക്ക് കുർബാനാന്ന് അറിയുന്നത്. ഞാൻ വന്നാൽ എനിക്കും അറിയില്ല. എൻ്റെ വിചാരം 6-നാണ്. എൻ്റെയും അതെ. സാരമില്ല. ആ സാരമില്ല, പോട്ടെ. സാരമില്ല, ടെൻഷൻ ആവണ്ട, പതുക്കെ ഓടിക്കും. എനിക്ക് ടെൻഷൻ കഴിഞ്ഞ് വണ്ടി ഭയങ്കര സ്പീഡിലങ്ങ് പറപ്പിക്കും. ഇപ്പം നമ്മൾ പുതിയ അച്ഛൻ വന്നു ഇവിടെ. ഒരു പിടുത്തമില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ കുർബാന കഴിഞ്ഞു. ഇതിപ്പോൾ കുർബാന കഴിഞ്ഞു. അതിപ്പോൾ എങ്ങനെ അറിയുന്നത്? ഇതിപ്പോൾ എവിടെയും കുർബാന ഇല്ല. ഇനിയിപ്പോൾ എടപ്പള്ളി പോകേണ്ടി വരുമോ? കഴിഞ്ഞോ? ആ നല്ല തിരക്കാണ്. സ്ഥലമില്ല മോളെ, എല്ലാം ഫില്ല.
സെക്യൂരിറ്റി ചേട്ടൻ ചേട്ടൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂട്ടാ. ഇവിടെ ഇട്ടാലോ? ഇവിടെ ഇട്ട് ഞാൻ ഇവിടെ ഇട്, ഇവിടെ ഇട്. എൻ്റെ അവസാനം ഇതിൽ കുർബാന വന്നോണ്ടിരിക്കുകയാണോ? ഇപ്പം തുടങ്ങുന്നേ ഉള്ളമ്മ. അമ്മ സർവാധിപനം തുടങ്ങിയിട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. സെക്യൂരിറ്റി ചേട്ടൻ നോക്കുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടല്ലോ. ഈ സൈഡിൽ ഇപ്പുറത്ത് നേരെ അറ്റത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പോകണ്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇടുന്നതല്ലേ. എന്താണെന്നറിയാമോ, താമസിച്ചൊക്കെ ഇറങ്ങുള്ളൂ. ഇവിടെ അച്ഛന് സ്വീകരണമൊക്കെ ഉള്ള കഴിഞ്ഞ് ഫുഡൊക്കെ ഉള്ളതാണ്. അപ്പൊ അതപ്പോ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂല. അത് നടുവാ. തിരിക്ക് തിരിക്ക്. ചമ്മക്കരപ്പള്ളി പോയാൽ മതിയായി. ഇവിടെ പെട്ടെന്ന് പോകാൻ പറ്റുമോ? പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. സർവാധിപനം കഴിഞ്ഞിട്ടേ ഉള്ളൂ, സമയമുണ്ട്. അങ്ങനെ കുർബാന കഴിഞ്ഞിറങ്ങി. അവിടെ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു ഹോണ്ട സിറ്റി. അത് കണ്ടപ്പോൾ ഇറങ്ങാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ആ വണ്ടി വേഗം എടുത്തുകൊണ്ട് പോയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ അമ്മ? ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. ടാറ്റാ.